നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 21 നിർദ്ദേശങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്രസഭയിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുമായി പദ്ധതി പങ്കിട്ടതായി റിപ്പോർട്ട്. UN പൊതുസഭയിൽ കനത്ത പ്രതിഷേധം നേരിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. വെടിനിർത്തൽ കരാർ അന്തിമഘട്ടത്തിലാണെന്ന് ട്രംപ്. ഇറാനെതിരെ UN വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി. രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും അമേരിക്കയുമായി ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നതിലുമുള്ള വീഴ്ച ചൂണ്ടിക്കാട്ടിയാണ് ഉപരോധം. അഫ്ഗാനിസ്ഥാനിലും പരിസരത്തും സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെ എതിർത്ത് പാകിസ്ഥാനും റഷ്യയും ചൈനയും ഇറാനും. കാബൂളിന്റെ പരമാധികാരത്തെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും മാനിക്കണമെന്ന് ആവശ്യം. H-1B വിസ നിരക്ക് കുത്തനെ ഉയർത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി US നിക്ഷേപകനും ശതകോടീശനുമായ മൈക്കിൾ മോറിറ്റ്സ്. വാർത്തകൾ വിശദമായി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 21 നിർദ്ദേശങ്ങളുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബന്ദികളെ ഉടൻ മോചിപ്പിക്കുക, പലസ്തീനികളെ ഗാസയിൽ തുടരാൻ അനുവദിക്കുക, ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വച്ചിട്ടുള്ളത്. ഐക്യരാഷ്ട്രസഭയിൽ അറബ് മുസ്ലിം രാജ്യങ്ങളുമായി പദ്ധതി പങ്കിട്ടതായും ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫെബ്രുവരിയിൽ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും 20 ദശലക്ഷം ആളുകളെ ഗാസയിൽ നിന്നും സ്ഥിരമായി മാറ്റി പാർപ്പിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾക്കു ശേഷം പലസ്തീനുകളെ ഗാസയിൽ തുടരാൻ അനുവദിക്കുക എന്ന് ട്രംപ് പറയുന്നത് US നയത്തിലെ പ്രധാന മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം UN പൊതുസഭയിൽ കനത്ത പ്രതിഷേധം നേരിട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണും. വെടിനിർത്തൽ കരാർ അന്തിമഘട്ടത്തിലാണെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഗാസ ആക്രമണത്തെ ന്യൂയോർക്കിൽ ചേർന്ന ഇന്ത്യ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക മന്ത്രിതല യോഗം അപലപിച്ചു. വിദേശകാര്യ മന്ത്രിമാരായ S ജയശങ്കർ, മൗറോ വിയേറ, സിൻഡെ സിവെ ചിഗുങ്ങ എന്നിവർ പങ്കെടുത്തു. UN പൊതുസഭാ സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു ഇവരുടെ കൂടിക്കാഴ്ച. വെടിനിർത്തലിനുള്ള രാജ്യാന്തര സമ്മർദ്ദം തള്ളി ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന കരവ്യോമ ആക്രമണങ്ങൾ 44 പേർ മരിച്ചു. രാജ്യാന്തര ആണവോർജ ഏജൻസിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും അമേരിക്കയുമായി ആണവ സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നതിലുമുള്ള വീഴ്ച ചൂണ്ടിക്കാട്ടി ഇറാനെതിരെ UN വീണ്ടും ഉപരോധം ഏർപ്പെടുത്തി. ഉപരോധം വൈകിക്കാൻ റഷ്യയും ചൈനയും പരമാവധി ശ്രമിച്ചെങ്കിലും 15 അംഗ രക്ഷാസമിതിയിൽ 9 രാജ്യങ്ങളുടെയും പിന്തുണ ലഭിച്ചില്ല. റഷ്യയ്ക്കും ചൈനയ്ക്കും പുറമെ പാകിസ്ഥാനും അൾജീരിയയും ഇറാനെ പിന്തുണച്ചു. ഉപരോധം ഇറാന്റെ ആണവ പദ്ധതിയെ ബാധിക്കുന്നതിന് പുറമെ വിദേശത്തെ സ്വത്തുക്കളുടെ വിനിമയവും ആയുധ ഇടപാടുകളും തടസ്സപ്പെടുത്തുകയും ചെയ്യും. ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ വൻപിഴ അടയ്ക്കേണ്ടി വരും. ഉപരോധത്തിന് മുൻകൈയെടുത്ത ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി എന്നിവിടങ്ങളിലെ അംബാസഡർമാരെ ഇറാൻ തിരിച്ചു വിളിച്ചു. അഫ്ഗാനിസ്ഥാനിലും പരിസരത്തും സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെ എതിർത്ത് പാകിസ്ഥാനും റഷ്യയും ചൈനയും ഇറാനും. കാബൂളിന്റെ പരമാധികാരത്തെ ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയെ മാനിക്കണമെന്നാണ് ആവശ്യം. അഫ്ഗാനിസ്ഥാൻ സൈനിക സാന്നിധ്യം സ്ഥാപിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെ ഈ രാജ്യങ്ങളുടെ എതിർപ്പ്. UN പൊതുസഭയുടെ 80ാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഈ 4 രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്നത്. യോഗത്തിനു ശേഷം അഫ്ഗാൻ സൈനിക താവളങ്ങളെ കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവയ്ക്കുകയായിരുന്നു. H-1B വിസ നിരക്ക് കുത്തനെ ഉയർത്തിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടിക്കെതിരെ രൂക്ഷ വിമർശനവുമായി US നിക്ഷേപകനും ശതകോടീശനുമായ മൈക്കിൾ മോറിറ്റ്സ്. ട്രംപിന്റെ നയം തിരിച്ചടിയാകുമെന്നും അമേരിക്കൻ ടെക് മുന്നേറ്റത്തിന്റെ ചാലക ശക്തിയെപ്പറ്റി ഭരണകൂടത്തിന് അറിവില്ലെന്നും വ്യക്തമാക്കുന്നതാണ് നടപടിയെന്നും മോറിറ്റ്സ് ചൂണ്ടിക്കാട്ടി. ഗൂഗിൾ, പേപാൽ തുടങ്ങിയ ടെക് കമ്പനികളിലെ നിക്ഷേപങ്ങളിലൂടെ ആധുനിക ടെക് വ്യവസായത്തെ രൂപപ്പെടുത്താൻ സഹായിച്ച നിക്ഷേപകനാണ് മൈക്കിൾ മോറിറ്റ്സ്. രാജ്യത്തെ ഭവന പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഇംഗ്ലണ്ടിലുടനീളം 12 പുതിയ പട്ടണങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു പദ്ധതി സർക്കാർ ഇന്ന് പ്രഖ്യാപിക്കും. ലിവർപൂളിൽ ആരംഭിക്കുന്ന ലേബർ പാർട്ടിയുടെ വാർഷിക സമ്മേളനത്തിൽ ഭവന സെക്രട്ടറി സ്റ്റീവ് റീഡ് ഈ സംരംഭം അനാച്ഛാദനം ചെയ്യും. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഈ നിർദ്ദേശങ്ങളെ പ്രവർത്തനത്തിലെ ദേശീയ നവീകരണം എന്ന് വിശേഷിപ്പിച്ചു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സ്ഥാപിതമായ ന്യൂ ടൗൺസ് ടാസ്ക് ഫോഴ്സ് രാജ്യത്ത് ഉടനീളമുള്ള പുതിയ വികസനങ്ങൾക്കായുള്ള നിരവധി ശുപാർശകൾ ഉൾക്കൊള്ളുന്ന ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിനിടെയാണ് ഇത്. ലണ്ടനിൽ ഒരു ഗുരുവായൂരപ്പ ക്ഷേത്രം എന്ന സാക്ഷാത്കാരമായി പ്രവർത്തിക്കുന്ന ലണ്ടൻ ഹിന്ദു ഐക്യവേദിയും മോഹൻജി ഫൗണ്ടേഷനും ചേർന്ന് ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 27 വൈകുന്നേരം 5:30 മുതൽ ലണ്ടനിലെ തോണ്ടോൺ ഹീത്തിലുള്ള വെസ്റ്റ് തോണ്ടോൺ കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ചാണ് ഓണാഘോഷങ്ങൾ നടത്തിയത്. ചടങ്ങിൽ ക്രോയിഡൻ മേയർ ജെയ്സൺ പെറി വിശിഷ്ടാതിഥിയായിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ച് മാവേലി എഴുന്നള്ളത്ത്, ദീപം തെളിയിക്കൽ, ഓണപ്പാട്ട്, നൃത്തം, കൈകൊട്ടിക്കളി, തിരുവാതിര, നൃത്തശില്പം, കഥകളി, ഇലഞ്ഞിത്തറ മേളം, ദീപാരാധന, പ്രസാദവോട്ട്, ഓണസദ്യ എന്നിവ നടത്തി. ലണ്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 118.84 ഇന്ത്യൻ രൂപ,
ഒരു $, 88.67 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 103.78 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.34 ഒരു കനേഡിയൻ ഡോളർ 63.63 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. വീണ്ടും വാർത്തകളിലേക്ക്. സൗദിയിൽ കുടുംബ ആശ്രിത വിസയിലുള്ള പ്രവാസികൾക്ക് ജോലി ചെയ്യാൻ അനുമതി നൽകുന്ന സഹായമായ തൊഴിൽ നിയമം വരുന്നു. സൗദി കുടുംബ ആശ്രിത വിസയിൽ കഴിയുന്നവർക്ക് രാജ്യത്ത് ജോലി ചെയ്യാൻ കഴിയുന്ന പ്രത്യേക നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം ലഭിച്ചു. ആശ്രിത വിസയിലുള്ള ജോലി ചെയ്യാൻ താല്പര്യമുള്ള യോഗ്യതയുള്ള ഒട്ടേറെ പേർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. അടുത്ത മാസം മുതൽ പുതിയ നിയമം നടപ്പിലാക്കുന്നതിനാണ് സാധ്യത. ഖത്തറിൽ ഇന്ത്യക്കാർക്ക് UPI വഴി പണമടയ്ക്കാൻ സൗകര്യം. ഇന്ത്യൻ യാത്രക്കാർക്കാണ് ഖത്തറിൽ ഏകീകൃത പേയ്മെന്റ് ഇൻഫേഴ്സ് അതായത് UPI സംവിധാനം ഉപയോഗിക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയത്. ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റുകളിലാണ് UPI സൗകര്യം ഏർപ്പെടുത്തിയതെന്നും ഇന്റർനാഷണൽ പേയ്മെന്റ് ലിമിറ്റഡ് പറഞ്ഞു. NIPL-ഉം ഖത്തർ നാഷണൽ ബാങ്കും തമ്മിലുള്ള പങ്കാളിത്തത്തിലൂടെയാണ് ഖത്തറിൽ UPI സംവിധാനം നിലവിൽ വന്നത്. ഇനി ആനന്ദ ട്രാവൽ GCC ഇന്ത്യ നാണയ വിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.64 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 24.15 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 290.12 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 230.61 ഇന്ത്യൻ രൂപ. വിദ്യാർത്ഥികളുടെ പീഡന പരാതികൾക്ക് പിന്നാലെ ഒളിവിൽ പോയ സ്വാമി ചൈതന്യാനന്ദയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആഗ്രയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. ശ്രീ ശാരദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ മാനേജ്മെന്റ് ഡയറക്ടറായിരുന്നു. ഞെട്ടിക്കുന്ന പീഡന പരാതികൾ പുറത്തു വന്നതോടെ ദേശീയ വനിതാ കമ്മീഷനും കേസെടുത്തു. വിദേശ യാത്രകളിലും മറ്റും ഒപ്പം കൂട്ടിയിരുന്ന തങ്ങളെ ചൈതന്യാനന്ദ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്നാണ് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിരുന്നു. സ്വാമിയുടെ ഭീഷണിയും പീഡനവും സഹിക്കാതെ പഠനം ഉപേക്ഷിക്കേണ്ടി വന്നതായും ചിലർ വെളിപ്പെടുത്തി. ജൂലൈ 28-ന് PGDMA 2023 ബാച്ചിലെ വിദ്യാർത്ഥിയാണ് സ്ഥാപനത്തിൽ നൽകിയ പരാതിക്ക് പിന്നാലെ വ്യോമസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥ അയച്ച ഇമെയിൽ സന്ദേശമാണ് ചൈതന്യാനന്ദയ്ക്കെതിരെ പോലീസ് പരാതി നൽകാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അധികൃതരെ പ്രേരിപ്പിച്ചത്. തമിഴ്നാട്ടിലെ കരൂരിലുണ്ടായ ദുരന്തത്തെ തുടർന്ന് TVK അധ്യക്ഷൻ വിജയ് സംസ്ഥാന പര്യടനം നിർത്തിവെച്ചു. കരൂരിലെ റാലിക്കിടെയുണ്ടായ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായവും വിജയ് പ്രഖ്യാപിച്ചു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവുമാണ് ധനസഹായം പ്രഖ്യാപിച്ചത്. സഹായധനം ജീവൻ നഷ്ടമായതിന് പരിഹാരമല്ലെന്നും എല്ലാ സഹായവും TVK നൽകുമെന്നും വിജയ് എക്സിൽ കുറിച്ചു. അതേസമയം കരൂർ ദുരന്തത്തില് സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് TVK മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കും. TVKയുടെ നേതാക്കൾ ഓൺലൈൻ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് നിയമോപദേശം തേടും. അടുത്തയാഴ്ച കോയമ്പത്തൂർ, നീലഗിരി ജില്ലകളിൽ നടത്താനിരുന്ന പര്യടനമാണ് വിജയ് നിർത്തിവെച്ചത്. സ്പോർട്സ്. അണ്ടർ-17 സാഫ് ചാമ്പ്യൻഷിപ്പ് ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. കൊളംബോയിൽ നടന്ന ആവേശകരമായ ഫൈനലിൽ ബംഗ്ലാദേശിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇന്ത്യയുടെ അണ്ടർ-17 ടീം പരാജയപ്പെടുത്തിയത്. നിശ്ചിത സമയത്തും അധിക സമയത്തും ഇരു ടീമുകളും 2-2 സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുകയായിരുന്നു. പെനാൽറ്റി 4-1-നാണ് ഇന്ത്യ വിജയവും കിരീടവും പിടിച്ചെടുത്തത്. അണ്ടർ-17 സാഫ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നേടുന്ന 7ാം കിരീടമാണിത്. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.